ന്യൂസ് ക്ലിക്ക് പുറത്തുവിട്ട വിവരങ്ങൾ രാജ്യത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. രാജ്യത്തെ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയ തെളിവുകളാണ് ന്യൂസ് ക്ലിക്ക് പുറത്തുവിട്ടിട്ടുള്ളത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എങ്ങനെ ഇത് സംഭവിച്ചു? ഉത്തർപ്രദേശിലെ ബദൌൻ, ബീഹാറിലെ ജഹാനാബാദ്, കിഴക്കൻ ഡൽഹി, ബീഹാറിലെ പട്ന സാഹിബ്, മധ്യപ്രദേശിലെ ഗുണ, ബീഹാറിലെ ബെഗുസാരായ്, രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിട്ടുള്ള അമേഠി, അതുപോലെ തന്നെ ഫറൂഖാബാദ്, മധ്യപ്രദേശിലെ മൊറേന എന്നീ മണ്ഡലങ്ങളിൽ EVM മിഷനുകളിൽ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് പലയിടങ്ങളിലും പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എണ്ണിയിട്ടുണ്ട്, ചിലയിടങ്ങളിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ആയിരങ്ങളുടെയും 2000ങ്ങളുടെയും കണക്കുകളായിരുന്നു എങ്കിൽ നമുക്ക് ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്താമായിരുന്നു. പക്ഷേ 10,000ങ്ങളും ലക്ഷങ്ങളുടെയും കണക്കുകളിലോട്ട് കടന്നു പോകുമ്പോൾ എങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി സാധിക്കും? അതുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ വൈറലാകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഷെയർ ചെയ്ത ചില ദൃശ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ചില എഞ്ചിനീയേഴ്സ്മാർ പറയുന്നുള്ളത് ഇങ്ങനെ, അതായത് വോട്ടിംഗ് മെഷീനുകൾ നിർമ്മിക്കുന്ന കമ്പനി, അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് EVMൽ അട്ടിമറി നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. അവരുടെ ഒരു കൃത്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ അതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കൃത്യമായ അട്ടിമറിക്ക് അത് മുന്നിൽ വെക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതായത് ഒരാൾക്കും സംശയം തോന്നാതെ അത് ഏത് രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് അവർക്ക് പറ്റും എന്നുള്ളതാണ് എഞ്ചിനീയേഴ്സ് വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വന്നു. എന്തുകൊണ്ട് ഈ വിഷയങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണ കമ്മിറ്റിയെ, ഒരു അന്വേഷണ സംഘത്തെ ഇതിനു വേണ്ടി നിയോഗിക്കുന്നില്ല? രാജ്യത്തുടനീളം നടക്കുന്ന പ്രശ്നങ്ങളാണ്. സത്യപ്രതിജ്ഞാ സമയത്ത് പോലും രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, സമരങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം സംഘടനകൾ കടന്നു വരുമ്പോൾ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായിട്ടുള്ള അന്വേഷണത്തിന് തയ്യാറാവാത്തത്? അന്വേഷണം എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയകളിലൂടെ കടന്നു വരുന്ന ദൃശ്യങ്ങൾ പറയുന്നത് കള്ളമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ നിരത്താൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷന് സാധിക്കണം. മറിച്ച് ഇലക്ഷൻ കമ്മീഷൻ നിശബ്ദതയാണ് പാലിക്കുന്നത്. പല ദൃശ്യങ്ങളും വ്യക്തമാക്കുന്നത്, അതായത് ആര് നിർമ്മിച്ചുവോ അവർക്ക് ഈ മിഷനകത്ത് കൃത്യമായിട്ടുള്ള അട്ടിമറിക്കുള്ള സംവിധാനങ്ങൾ രേഖപ്പെടുത്താം എന്നുള്ളതാണ്. ഇതിൽ ചിപ്പ് ഘടിക്കാം, അതിനുള്ള സാഹചര്യങ്ങൾ വരെ, അതിനുള്ള തെളിവുകൾ വരെ സോഷ്യൽ മീഡിയകളിലൂടെ കടന്നു വരുന്ന ചില എഞ്ചിനീയേഴ്സിന്റെ, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന്റെ ദൃശ്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിലെ ജനങ്ങൾ ആശങ്കയിലാണ്. അവർ ചെയ്യുന്ന വോട്ട് ആർക്ക് ലഭിച്ചു? അതിന് ഉത്തരം പറയാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവുമോ? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു എല്ലായിടത്തും സമാധാനപരമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടന്നത്, എവിടെയും വോട്ടിംഗ് മെഷീനിൽ അട്ടിമറി നടന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലെ 13,651 വോട്ടുകൾ എങ്ങനെ കൂടി വന്നു? അതുപോലെ തന്നെ കന്യാകുമാറിന്റെ മണ്ഡലത്തിൽ ബെഗുസാരയിൽ എങ്ങനെ വോട്ടുകളുടെ എണ്ണം കൂടി വന്നു? അതുപോലെ തന്നെ ഒരിടത്ത് JDU സ്ഥാനാർത്ഥി ജയിച്ചിട്ടുള്ളത് 1700 വോട്ടുകൾക്കാണ്. എന്നാൽ അവിടെ എണ്ണാതിരിക്കുന്ന വോട്ടുകൾ വരെ ഉണ്ട് എന്നുള്ളതാണ് ലഭിച്ച റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. മധ്യപ്രദേശ്, UP, ബീഹാർ ഇവിടങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്, കിഴക്കൻ ഡൽഹിയിൽ നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനെ വ്യക്തമായിട്ടുള്ള സൂക്ഷ്മതയോടുകൂടിയുള്ള ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാത്തത്? അതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് വോട്ടിംഗ് മെഷീനുകളിലെ അട്ടിമറി മുൻകൂട്ടി ചെയ്ത ഒരു നാടകമാണ്. ആ ഗൂഢാലോചനയിൽ ഇന്ത്യയിലെ ജനങ്ങളൊക്കെ വീണുപോയി, ജനാധിപത്യ സ്രോതസ്സുകൾ തകർന്നുപോയി എന്നുള്ളതാണ് ലഭിച്ച റിപ്പോർട്ടുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തി പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.